ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവട പോലെ ഒരു ചെറിയ സ്നാക്സ് 4 മണി പലഹാരം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ സബോള കനം കുറച്ച് അരിഞ്ഞത് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നീക്കി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ചതച്ചതും, പിന്നെ അതിലേക്ക് അരിപ്പൊടിയും കടലമാവും പിന്നെ ചതച്ച് വെച്ചതും അതെല്ലാം കൂട്ടിയിട്ടു. അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. എരിവിനാവശ്യത്തിന് നമ്മൾ മുളകും പൊടി 1 ടീസ്പൂൺ മുളകും പൊടി ഞാനിട്ടു. അതിൽ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ സബോളയും ഇതെല്ലാം കൂട്ടി നന്നായി തിരുമ്പി വെച്ചു. അങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ സബോളയിലുള്ള വെള്ളം മുഴുവനും ഉപ്പ് ഇട്ട് തിരുമ്പി വെച്ചപ്പോൾ തന്നെ അത് ഇറങ്ങിയില്ല. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തു. അപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ പൊടി കുറവായ പോലെ തോന്നി. അങ്ങനെ നമ്മളതെല്ലാം കൂടി കുഴച്ച് നല്ലതുപോലെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തു. അങ്ങനെ കുഴച്ച മിശ്രിതം കുഴച്ച് നമ്മളൊരു മാവ് പോലെയാക്കി. അങ്ങനെ അത് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചു. അങ്ങനെ ഓയിൽ ചൂടായപ്പോൾ ഓയിലിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ച് ഓയിൽ ചൂടായോ നോക്കി. അങ്ങനെ നമ്മൾ അത് ഓയിലിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങനെ മറിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആകൃതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്, പിന്നെ ഉണ്ണിയുള്ളത് കൊണ്ട് വേഗം സ്പൂൺ വെച്ച് നമ്മൾ കോരിയിട്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് വേവിച്ചു. മൈദ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ മൈദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണം. ഒരു 4 മണി പലഹാരമായിട്ട് ഇങ്ങനെ ചായയുടെ കൂടെ നന്നായി നമുക്ക് അങ്ങനെ കറുമുറു പോലെ ഒന്ന് കടിച്ചെടുക്കാം. ഉള്ളിവട പോലെ ഏകദേശം. പക്ഷേ ഉള്ളിവടയുടെ അത്രയും ഇതുണ്ടാവണമെങ്കിൽ മൈദ നമ്മൾ ചേർക്കണം. മൈദ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാക്കി. അപ്പോൾ പിന്നെ ഇത് വെച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയാം.